നമ്മൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെക്കുറിച്ചാണ്. അദ്ദേഹം കൊച്ചിയിൽ എത്തിയിരിക്കുന്നു. എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് പ്രധാനമന്ത്രി ഇന്ന് തങ്ങുക. എബിൻ ജോസ് ചേരുന്നുണ്ട്. എബിൻ, പ്രധാനമന്ത്രി അവിടെ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞോ? നേവൽ ബേസിലേക്ക് എത്തിയോ? ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സ്മിത നേവൽ ബേസിലെത്തി. അവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തും. നമ്മൾ ഗസ്റ്റ് ഹൗസിന്റെ സമീപത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തുകൂടി ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകും. അതിന് മുന്നോടിയായിട്ടുള്ള എസ്കോർട്ട് വാഹനങ്ങൾ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും നേരത്തെ 10:30 തന്നെ പ്രധാനമന്ത്രി നെടുമ്പാശ്ശേരിയിൽ എത്തിയിരുന്നു. അവിടെ നിന്നാണ് ഹെലികോപ്റ്റർ മാർഗം നാവികസേന ആസ്ഥാനത്തേക്ക് എത്തിയത്. അവിടെ നിന്ന് ഇപ്പോൾ പോലീസിന്റെ അകമ്പടിയോടുകൂടി ഇപ്പോൾ പ്രധാനമന്ത്രി ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുകയാണ്. അവിടെ ഇന്ന് രാത്രി തങ്ങിയതിനു ശേഷം നാളെ രാവിലെ 8:30 കുന്നംകുളത്തേക്ക് ആദ്യ പ്രചരണ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുക. അതിനുശേഷം പിന്നീട് തിരുവനന്തപുരത്ത് പ്രചരണമുണ്ട്. ഏതായാലും കനത്ത സുരക്ഷാ സംവിധാനമാണ് എറണാകുളത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് രാത്രി പ്രധാനമന്ത്രി ഇവിടെ തങ്ങുന്നതുകൊണ്ട് തന്നെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. SPGയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. എറണാകുളത്ത് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഇല്ലെങ്കിൽ പോലും നാളെ രാവിലെ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ പ്രധാനമന്ത്രിയെ സന്ദർശിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം രാവിലെ 8:00 പ്രധാനമന്ത്രി കുന്നംകുളത്തേക്ക് പോവുക. കുന്നംകുളത്താണ് ആദ്യം വാഹനവ്യൂഹം കടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നിന്ന് രാവിലെ കുന്നംകുളത്തേക്ക് പോകും. പിന്നീടാണ് തിരുവനന്തപുരത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുക. ഏതായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ രാഷ്ട്രീയ പ്രതിവാദങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടാകുമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനമായ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും രാഷ്ട്രീയത്തിലൂന്നിയുള്ള പ്രസംഗമായിരിക്കും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. മുൻപ് ഇന്ന് നടന്ന പല സമ്മേളനങ്ങളിലും നമ്മളത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു പ്രസംഗങ്ങളും രാഷ്ട്രീയ ചർച്ചകളും ഉണ്ടാവുമെന്നുള്ളത് കാര്യമാണ്. അതെല്ലാം തന്നെ നോക്കിയാണ് BJPയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ കക്ഷികളും ഇരിക്കുന്നത്. സ്മിത, എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്ന് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നേവൽ ബേസിലെത്തിയ പ്രധാനമന്ത്രി എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്കാണ് പോയത്. അവിടെ തങ്ങുന്ന പ്രധാനമന്ത്രി നാളെ രാവിലെ 8:30 അദ്ദേഹം മണ്ഡലത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയെന്നാണ് ഇപ്പോൾ എബിൻ ജോസ് റിപ്പോർട്ട് ചെയ്തത്. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയുടെ യാത്രയിലൊക്കെ വലിയ സർപ്രൈസുകൾ അദ്ദേഹം കരുതി വയ്ക്കാറുണ്ട്. നാളെ ആ രീതിയിൽ എന്തെല്ലാം സർപ്രൈസുകളാണ് പ്രധാനമന്ത്രി കരുതി വച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു.